ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് MP3 പ്ലെയർ കേട്ടോ. MP3 പ്ലെയർ മറ്റേ ഇത് റിവ്യൂ ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക്കുള്ള കാര്യത്തിന് ഒരുപാട് നാളുകളായിട്ട് ഇത് മാർക്കറ്റിലില്ല. ഈ സാധനം ഇപ്പോൾ ഓൺലൈനിലാണ് കിട്ടാനുള്ളത്. അപ്പോൾ നമുക്ക് മൊബൈലിൽ ചാർജിങ് പാട്ട് വെക്കണ കാരണം സ്കൈറ്റിംഗ് എല്ലാം ചെയ്ത് പോകുന്ന സമയത്ത് ചാർജിങ് മൊബൈലത്തെ പെട്ടെന്ന് കഴിയണ കാരണം ഇങ്ങനെ ഒരു ഓപ്ഷൻ തേടി ഇറങ്ങി. ഇവിടെ കടയിലെല്ലാം തപ്പിയിട്ട് സാധനം കിട്ടാനില്ല. അപ്പോൾ ഓൺലൈനിൽ വഴി നമുക്കിത് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മളെ കൂട്ടുകാരന്. അപ്പോൾ അവന് എനിക്ക് ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നാണ്. സുഹൃത്തുക്കളെ, ഇത് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. എനിക്കൊരു പിടുത്തമില്ല സംഭവം. ഞാൻ ഒരുപാട് ചുരുങ്ങിയ ഒരു 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം ഉപയോഗിക്കണത് കണ്ട് എന്നല്ലാണ്ട് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല ഈ സാധനം. ഏതായാലും ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് സാധനം കണ്ടല്ല നമുക്ക് നോക്കി നോക്കാം. ഒരുപാട് ചൈനീസ് കമ്പനിയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല മറ്റേ ബ്ലൂടൂത്ത് 5.3 എന്നാണ് പറയുന്നത്. MP3 ഈ MP3 ആണ് ഇതിൽ കൂടുതൽ കാണാൻ പറ്റുക, കേൾക്കാൻ പറ്റുക. സോറി, MP4 ഇതിൽ പറ്റില്ല. എന്തായാലും മെയ്ഡ് ഇൻ ചൈനയാണ് സാധനം. ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് സാധനം എങ്ങനെ ഉണ്ടല്ലെന്നല്ല നമുക്ക് നോക്കി നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു അടിപൊളി പാക്കിങ്ങിലൊക്കെയാണ് സാധനം വരുന്നത് കേട്ടോ. അടിപൊളി ബോക്സ് ഓപ്പൺ ആക്കിയെന്നുണ്ടാ നമുക്കിതാ പറഞ്ഞ പോലെ ടൈപ്പ് സി കേബിൾ കേട്ടോ ചാർജിങ്ങിനെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. പുതിയ മോഡൽ തന്നെ, എത്ര പഴയതും ഉണ്ടാ. എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ബ്ലൂടൂത്ത് 5.3 എന്ന് പറഞ്ഞപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. ടൈപ്പ് സി കേബിളാണ് കാണിക്കുന്നത്. പിന്നെ ഇതാ ഒരു 3.5 ഒരു ഹെഡ്ഫോൺ ജാക്ക് അത് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സിലിക്കോൻ്റെ അതിൻ്റെ ഹെഡും 2-3 അതും കാണുന്നുണ്ട്. ഇത് നമുക്ക് കയ്യിൽ കെട്ടി വെച്ചിട്ട് റണ്ണിങ്ങിൻ്റെ സമയത്ത് കയ്യിൽ കെട്ടി വെച്ചിട്ട് ഇത് അതിൽ പിടിപ്പിക്കാനുള്ള ആ ഒരു ബെൽറ്റ് ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ തൂക്കിയിടാനുള്ള ഒരിതും. പിന്നെ എല്ലാ കമ്പനിക്കാരും കൊടുക്കുന്ന പോലെ അതിനെ ആധികാരികമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലും ചൈനീസ് ലാംഗ്വേജ് 2 ലാംഗ്വേജിലാണ് ഒരു യൂസർ മാനുവൽ കാണിക്കുന്നത്. മോഡൽ നമ്പർ കാര്യങ്ങളെല്ലാം MP3 പ്ലെയർ എന്നല്ല ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇത് ബോക്സ് ഓപ്പൺ ആക്കി സാധനം കണ്ടല്ലോ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത് കേട്ടോ. വളരെ ചെറുത്, വളരെ ചെറുത്. ഇത് നമുക്ക് കണ്ടില്ലേ, ഈ ഒരു ഇത് നമുക്ക് ഈ ഒരു ബെൽറ്റുമ്മൽ വേണമെങ്കിൽ കയ്യിൽ കെട്ടിയിട്ട് അത് പിടിപ്പിക്കാനുള്ളതാണത്. പിന്നെ ഇതാ ഇതുമ്പോഴും കുറച്ച് മോഡൽ നമ്പറും കാര്യങ്ങളും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓണാക്കി നോക്കാമല്ലോ. ഇതാണ് പവർ ബട്ടന്. ഇവിടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളതുണ്ട്. ഇവിടെ 2 ബട്ടൺ ഇത് വന്നിട്ട് സോങ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺസൊക്കെയാണ് ഇവിടെ കാണുന്നത്. വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളതും. പിന്നെ അത് കൂടാണ്ട് ഇതവിടെ മ്യൂസിക്കിൻ്റെ ഒരു ബട്ടൺ, ഇത് ബാക്ക് പോകാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് നമുക്കിതാ. ഇത് ഈ ഒരു ബട്ടനാണ് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഓണാക്കാൻ വേണ്ടി പോകുന്നത്. ഇതാ ഓണായി വരുന്നുണ്ട്, ബോട്ടായി വന്നിട്ടുണ്ട്. അടിപൊളി ബ്ലൂടൂത്ത് ആണ് ഈ കാണുന്നത്. ബ്ലൂടൂത്തിൽ പോയിട്ട് നമുക്കിതാ ഓണ് ഓഫ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ബാക്ക് പോവാണ്. തീരെ വെയിറ്റ് ഇല്ല കേട്ടോ, വളരെ വെയിറ്റ്. പക്ഷേ ഇവർ പറഞ്ഞത് 30 hours ഫുൾ ചാർജിങ്ങിൽ വർക്കിംഗ് എന്നാണ് പറഞ്ഞത്. ഫുൾ ചാർജ് ആവാൻ 2 മണിക്കൂറെന്ന് അതും പറയുന്നുണ്ട്. ബാക്കെല്ലാം പോകുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഞാനൊരു ഇത് കണക്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നത് കാണുന്നില്ല. പക്ഷേ ഹെഡ്ഫോണുമായിട്ട് ഇതിൻ്റെ അകത്തുള്ള ബോട്ടിൻ്റെ ഇതുമായിട്ട് പെട്ടെന്ന് കണക്ട് ആയിട്ടാണ്. അത്ര പ്രയാസമൊന്നും വന്നില്ല. നമുക്ക് ബാക്ക് അടിക്കാവുന്നുണ്ടെങ്കിൽ ഇതും പോയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ബാക്ക് അടിച്ച് പോകാൻ പറ്റും. ഇവിടെ മ്യൂസിക്കിൻ്റെ ഇതിലാണ് പോകുന്നത്. നമുക്ക് ഇതിൽ പോയി കണ്ടാൽ ഓൾ സോങ്ങിൽ പോകാം. ഇപ്പോൾ 2 സോങ് ഓൾറെഡി ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. മെമ്മറി കാർഡ് വന്നിട്ട് ഇത് ഇവിടെ ഇടുക കേട്ടോ. പിന്നെ നമുക്ക് വോയിസ് റെക്കോർഡിംഗ് എല്ലാം ഓപ്ഷൻസ് അല്ല കേട്ടോ. അപ്പോൾ ഇതിൽ മൈക്കണി കാണുന്നത് മെമ്മറി കാർഡ് 32 GB അവർ തന്നിട്ടുള്ളത്. അപ്പോൾ 2 സോങ് നമ്മൾ ഇതിൽ പാട്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ്. നോക്കി നോക്കാം. അത് കഴിഞ്ഞാൽ പ്ലേ കൊടുക്കാൻ ഒരു മിനിറ്റ്. കണ്ടില്ലേ സൗണ്ട് ഇത്രയാണ്. നമുക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ കേൾപ്പിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കൂടുതൽ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. സംഭവം കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. ബാക്ക് പോകാൻ ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് പോവാം. പിന്നെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ MP3 പ്ലെയർ അല്ലേ, അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് മാത്രം നമുക്ക് നോക്കിയാൽ മതി. പിന്നെ FM റേഡിയോ ഉണ്ട് കേട്ടോ. FM റേഡിയോ ഉണ്ട്.
നമുക്കിതിൽ ഹെഡ്ഫോൺ കുത്തി കണ്ടാൽ നമുക്കിത് ഓണായി വരും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. സ്റ്റേഷനെല്ലാം മാറേണ്ടത് ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്ക് സ്റ്റേഷൻ മാറുന്നുണ്ട്. നമുക്കിതിൽ 3.5-ൻ്റെ ഹെഡ്ഫോൺ കുത്തി കണ്ടാൽ സംഭവം ട്യൂണായിട്ട് പാട്ടെല്ലാം കേൾക്കാൻ പറ്റുന്നതാണ്. അത് വേണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിതാ ഇവിടെ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് മാറുമ്പോൾ നമുക്ക് ഇതിൽ പാട്ട് വരുന്നുണ്ട്. നമുക്ക് സൗണ്ട് കേൾക്കതിൽ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് മാറ്റി കൊടുക്കുമ്പോൾ അതിൽ ഓക്കെ, ഇതെല്ലാം നമുക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് പാട്ടെല്ലാം വരുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ കിട്ടും. അപ്പോൾ ഇത് കൊടുക്കണം. 3.5-ൻ്റെ ഇത് ഹെഡ്ഫോൺ ജാക്കറ്റ് കുത്തിയാൽ മതി എന്ന് മാത്രം. പിന്നെ വെയ്റ്റ്ലെസ് ഉണ്ട്, വളരെ വെയ്റ്റ്ലെസ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് പാട്ട് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള നമുക്ക് നോക്കി നോക്കണം. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. വർക്കിംഗ് മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ ഇത് ഇപ്പം ഉള്ള 2 പാട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല ഗുമ്മുണ്ട്. സംഭവം കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി വേറെ പാട്ടെല്ലാം വെച്ചിട്ട് ഡൗൺലോഡ് ആക്കിയിട്ട് നമുക്ക് ഇതിൽ പാട്ട് വെച്ച് നോക്കി നോക്കണം. പിന്നെ ഓൺ വോയിസ് ഡിസ്പ്ലേ എല്ലാം ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ആവുന്നുണ്ട്. പിന്നെ നമുക്ക് സ്റ്റെപ്പിൻ്റെ ഇതെല്ലാം ആവാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കണം. ടൈമിംഗ് എല്ലാം ഓക്കെയാണ്. പിന്നെ പാട്ട് നമുക്ക് കണ്ടിന്യൂ പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ആക്കി ഓഫ് ചെയ്തുണ്ടെന്നുണ്ടാൽ സംഭവം ഓണായും ഓഫും ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ബാക്ക് അടിക്കാൻ. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ബാക്ക് പോണ് വോയിസ് റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. MP3 കാര്യങ്ങൾ, ചെറിയൊരു ഡിസ്പ്ലേ. പിന്നെ ഇവർ പറയുന്നത് 30 hours ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വർക്ക് ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. സുഹൃത്തുക്കൾ, അപ്പോൾ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നതല്ല, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.